നമസ്കാരം. 2024 ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള പൊതുഫലങ്ങളാണ് ഇനി പറയുന്നത്. അശ്വതി: സഹായത്തിലും സഹവർത്തിത്വത്തിലും ബന്ധുജന പിന്തുണ കുറയും. സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം മാനസിക സംഘർഷം വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ അവിചാരിത തടസ്സം നേരിടും. ഉപരിപഠനത്തിന് അവസരമൊരുങ്ങും. കടങ്ങൾ വീട്ടുന്നതിന് സാധിക്കും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കും. ഭരണി: മാനസികവും ശാരീരികവുമായ പിന്തുണ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്ന കാലമാണ്. പ്രധാന തീരുമാനങ്ങൾ എടുക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. പരീക്ഷകളിൽ വിജയം. കാർത്തിക: വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾക്ക് സാഫല്യമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരും. കലാപരിപാടികളിൽ സംബന്ധിക്കും. രോഹിണി: തൊഴിൽപരമായി അനുകൂലമായ വാരമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് സാധിക്കും. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താനഗുണം വർദ്ധിക്കുന്ന കാലമാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകാതെ ശ്രദ്ധിക്കണം. മകയിരം: ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഉപയോഗയോഗ്യമായ വസ്തുക്കൾ നേടിയെടുക്കും. തിരുവാതിര: ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം. വിജയം ഉറപ്പായിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായ മാറ്റമുണ്ടാകും. അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. പുണർതം: തൊഴിൽ രംഗത്ത് അവിചാരിതമായ തടസ്സങ്ങൾ നേരിടാനിടയുണ്ട്. മാനസികമായി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വന്നേക്കാം. അനുകൂലമായി നിന്നിരുന്ന ചില കാര്യങ്ങൾ പിന്നോക്കം പോകാം. അനാരോഗ്യം നേരിടാം. വിദേശ സഞ്ചാരത്തിന് സാധ്യതയുള്ള കാലമാണ്. തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടും. ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. പൂയം: പ്രണയബന്ധങ്ങളിൽ തിരിച്ചടികളുണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. വിവാഹ തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ഇപ്പോൾ സാധ്യതയുള്ള കാലമല്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ആയില്യം: സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകളിൽ നേട്ടമുണ്ടാകും. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സന്താനഗുണം അനുഭവിക്കും. മകം: വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റമുണ്ടാകാം. ഇഷ്ടസ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് ഉള്ളവർക്ക് ജനസമ്മതിയേറും. പൂരം: സഞ്ചാരക്ലേശം വർദ്ധിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളിൽ വിജയം കൈവരിക്കും. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ നിന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയം കൈവരിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും. ഉത്രം: ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാക്കും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. പൊതുവെ ഉത്തരവാദിത്വം വർദ്ധിക്കും. പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ട്. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞ് കഴിയേണ്ടതായി വന്നേക്കാം. അത്തം: വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടാൻ ഇടയുണ്ട്. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. ദ്രവ്യലാഭത്തിന് സാധ്യതയുള്ള കാലമാണ്. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ചിത്തിര: പൊതുപരിപാടികളിൽ സംബന്ധിക്കും. സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും. വ്യവഹാരം, മറ്റ് ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമമുണ്ടാകും. ചോതി: ദീർഘദൂര യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ ചില തിരിച്ചടികൾ നേരിടും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമൊത്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വിശാഖം: പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. കോപശീലം നിയന്ത്രിച്ച് നിലനിർത്തണം. അമിത ആത്മവിശ്വാസം പലപ്പോഴും ആപത്തായി മാറാം. ബാങ്കുകളിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടും. അനിഴം: കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന കാലമാണ്. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് സാധ്യതയുള്ള കാലമാണ്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങൾക്ക് ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. തൃക്കേട്ട: കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് ധനനേട്ടം പ്രതീക്ഷിക്കാം. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തും. കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. മൂലം: ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും.
പണച്ചെലവ് അധികരിക്കും. കുടുംബസമേതമായ യാത്രകൾ നടത്തും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. അയൽവാസികളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. പൂരാടം. സഹോദരഗുണം വർദ്ധിക്കും. സർക്കാർ രേഖകൾ ലഭിക്കുന്നതിന് സാധ്യതയുള്ള കാലമാണ്. ഉദരരോഗ സാധ്യതയ്ക്കുണ്ട്. കുടുംബ സൗഖ്യവർദ്ധന ഉണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും. മാനസികമായ സംതൃപ്തി ഉണ്ടാകുന്ന കാലമാണ്. ഭൂമി വാഹനം വിൽപ്പന വഴി ധനലാഭമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ ചെറിയ തിരിച്ചടികൾ. ഉത്രാടം. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ധനപരമായി വാരം പൊതുവെ അനുകൂലമല്ല. പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. തിരുവോണം. ആരോഗ്യപരമായ വിഷമതകൾ വിട്ടൊഴിയും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കടമിടപാടുകൾ കുറയ്ക്കുന്നതിന് സാധിക്കും. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. കടങ്ങൾ വീട്ടുന്നതിനും സാധിക്കുന്ന കാലമാണ്. അവിട്ടം. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടമുണ്ടാകും. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കുകയും ചെയ്യും. ചതയം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാനിടയുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും. ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങളിൽ പരാജയപ്പെട്ടു എന്നും വരാം. പൂരുരുട്ടാതി. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിത സാധ്യത നിലനിൽക്കുന്നു. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും. ഉത്രട്ടാതി. സഹോദര ഗുണം ലഭിക്കുന്ന വാരമാണ്. ധനലാഭമുണ്ടാകും. സുഹൃത്തുക്കളുമായി ചെറിയ അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വിഷമങ്ങൾ നേരിടും. കടങ്ങൾ വീട്ടുവാൻ അവസരമൊരുങ്ങും. ദാമ്പത്യ കലഹത്തിന് ശമനമുണ്ടാകും. രേവതി. ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങും. കടങ്ങൾ വീട്ടും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗങ്ങൾ ശമിക്കും. തൊഴിൽപരമായ അലച്ചിൽ വർദ്ധിക്കുകയും ചെയ്യും.